ഹലോ ഗൈസ്, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി സ്കൈ ബ്ലോക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് സ്കൈ ബ്ലോക്കിൻ്റെ വീഡിയോയിൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വിചാരിച്ച നമ്മുടെ ഈ മെയിൻറ്റെയിൻ എപ്പിസോഡ് ചെയ്യാനായിരുന്നു. ഈ സ്ലാബൊക്കെ മെയിൻറ്റെയിൻ എപ്പിസോഡെന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്, അത് ചെയ്യാനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് മെയിൻറ്റെയിൻസ് എപ്പിസോഡൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് നമുക്കൊരു ഇത് ചെയ്യണമല്ലോ. ഇപ്പം എൻ്റെ കൈ ഹോട്ട് ബാറിൽ ഇരിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ മെയിൻറ്റെയിൻ എപ്പിസോഡും പിന്നെ ഞാൻ കുറേ ബിൽഡൊക്കെ ചെയ്യാവുന്ന കാര്യം ഒരിടത്ത് എഴുതി വെക്കണം, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രോജക്റ്റ് ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ബിൽഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒരു ബോർഡ് എഴുതി വെക്കും. എന്നിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് വേറെ ബിൽഡ് എന്താണെങ്കിലും നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇത്. പ്രോജക്റ്റ് ബോർഡെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കും. അപ്പോൾ പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഇത് നമുക്ക് ഈ സ്ഥലം ഞാൻ എനിക്ക് കുറേ ബിൽഡ് സ്കൈ ബ്ലോക്കിൽ കുറച്ച് ബിൽഡ് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അത് എന്നൊക്കെയാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ബോർഡ് ഇന്ന് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. വീഡിയോയിലാണല്ലേ. അപ്പോൾ പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കാൻ നമ്മൾ ഞാൻ സൈൻ ബോർഡ് എടുത്തിട്ടുണ്ട്. ബാക്കിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വെക്കട്ടെ, വെറുതെ ഞാൻ താഴോട്ടുണ്ട് കളയും. ഇത്ര മതി. ഈ പ്രോജക്റ്റ് ബോർഡ് നമ്മൾ എവിടെ ഉണ്ടാക്കി വെക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എൻ്റെ കോബൽ സ്റ്റോൺ ജനറേറ്റർ ഇതൊക്കെ മാറ്റണം. ഞാൻ ഇപ്പം എങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നു ഈ സാധനം? ഇപ്പോൾ തൽക്കാലം ഈ മരമൊന്നും വെട്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ബിൽഡ് കൊണ്ടുവരാൻ ഇത് ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോം എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കിയാലോ? അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഓൾറെഡി. ഇങ്ങോട്ട് വെക്കണോ? അതോ നമ്മുടെ ഈ തൽക്കാലത്തേക്ക് വെച്ചാലോ? ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ബിൽഡ് കൊണ്ടുവരിക. എൻ്റെ കോബൽ സ്റ്റോൺ ജനറേറ്റർ എന്തായാലും ഞാൻ ഇവിടുന്ന് മാറ്റും. ഞാൻ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വെക്കാനോ? അല്ലെങ്കിൽ വേണ്ട, ഈ ഇവിടെ തന്നെ വെച്ചേക്കാം. അപ്പോൾ എൻ്റെ സ്റ്റോൺസ് ഞാൻ ഒന്നത് എക്സ്പാൻഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ആ സ്പേസ് ഇവിടെ വെച്ചാക്കിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഏത് ലോഗാണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ വാണ്ടൈൻ ട്രേഡർ വന്നപ്പോൾ അവൻ്റെ ഒപ്പം നമ്മൾ ട്രേഡ് ചെയ്തു. ഈ ബ്ലോക്കിൻ്റെ നേരെയുള്ള ബ്ലോക്ക് ഇത് ട്രേഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്തപ്പോൾ അവൻ നമുക്ക് ഇത് തന്നു. എന്തോന്നായിരുന്നു, ഞാൻ ഒരു വാട്ടർ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ട്രേഡ് വന്നായിരുന്നു. അപ്പോൾ ആ ട്രേഡ് ഞാൻ ഒന്ന് എടുത്തിട്ട് കുറച്ച് എമറാൾഡ് ഞാൻ ഒപ്പിച്ചായിരുന്നു. അപ്പോൾ ആ എമറാൾഡിൽ വാങ്ങിച്ച ലോഗാണിത്. നമുക്കിവിടെ ഒരു ബോർഡർ കെട്ടിട്ട്, അയ്യോ ലോഗ് തികയത്തില്ലേ? 1 2 3 ഇവിടെയും കൂടെ വെച്ച് കഴിയുമ്പോൾ, അയ്യോ തികഞ്ഞില്ലെങ്കിൽ വെയിറ്റ്, ഞാൻ കുറച്ചല്ലാത്ത ബ്ലോക്കും കൂടെ ഈ കോബിൾ സ്റ്റോൺ വെക്കണോ? അതോ പിന്നെ എൻ്റെ ഈ മാഗ്മ ബ്ലോക്ക് വെച്ചാലോ? അത് കയ്യിലേക്ക് എടുത്ത് നോക്കാം. വെയിറ്റ്, പിന്നെ ഈ സ്മൂത്ത് സ്റ്റോണും കൂടെ കയ്യിരിക്കട്ടെ, ചിലപ്പോൾ ആവശ്യം വരും സ്മൂത്ത് സ്റ്റോൺ. കുറച്ചല്ലാത്ത ഈ വുഡ് ബ്ലോക്കും കൂടെ കയ്യിരിക്കട്ടെ. അയ്യോ, കുറച്ചൊന്നും പറയാനായിട്ടില്ല. കുഴപ്പമില്ല. ഈ ബ്ലോക്കിങ് പൊട്ടിക്കുക. ഓക്കെ, കറക്റ്റായിട്ട് കയറി. ഇവിടെ ഈ സ്മൂത്ത് സ്റ്റോൺ വെക്കുക. പിന്നെ 1 2 3 ഗ്യാപ്പിട്ട്. അയ്യോ ബ്ലോക്ക് തീർന്നു. എന്നാ ചെയ്യും ഗൈസ്? എൻ്റെ വേറെ ഇതില്ല, ഒരിത് ഞാൻ കിട്ടുമോ നോക്കാം. തൽക്കാലത്തേക്ക് ഒരു ഓക്ക് ഞാൻ വെക്കാം. അല്ലാതെ എനിക്ക് അവൻ വരുമ്പോഴേ ഉള്ളൂ. എൻ്റെ ആകെ ഒറ്റ എമറാൾഡും കൂടെ ഒക്കെ ഉള്ളൂ. അത് വെച്ച് ഞാൻ വാങ്ങിക്കോളാം, കുഴപ്പമില്ല. പറ്റേ ദൈവന്മാർക്ക് നമുക്കൊരു സൂ പണിയണം. അത് ഞാൻ പണിഞ്ഞോളാം. അത് ഈ പ്രോജക്റ്റ് ബോർഡ് എഴുതി വെക്കണം.
ഇപ്പം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാഗ്മ ബ്ലോക്ക് വെച്ചിട്ടേ വെക്കാൻ പറ്റും. ഇത് ഇച്ചിരി കൂടെ സെറ്റായിരിക്കും. മാഗ്മ ബ്ലോക്ക് പൊട്ടിപ്പോലോ. ഇത് ഇങ്ങനെ വെക്കണോ? പൊട്ടി കയ്യിലേക്ക് ഇട്. എന്നിട്ട് അതോ ഇങ്ങനെ വെക്കണോ? ഏതാ കുറച്ചും കൂടെ ഇവിടെ ഇങ്ങനെ വെക്കണോ? അകത്തോട്ട് തള്ളിയിരിക്കണ്ടല്ലോ. അത് ബോറ. അകത്തോട്ട് തള്ളിയിരിക്കണ്ട. അത് കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഞാനൊന്ന് ഇത് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ച് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ വരുന്ന എപ്പിസോഡിലോ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. തൽക്കാലം ഞാൻ മാഗ്മ ബ്ലോക്ക് കോഴ്സ് ബ്ലോക്ക് ആക്കി കേട്ടോ. കാരണം മാഗ്മ ബ്ലോക്കിനേക്കാളും ഇച്ചിരിയും കൂടെ ചേർന്ന കോഴ്സ് ബ്ലോക്ക്, അല്ലെങ്കിൽ ആ വുഡിൻ്റെ അത് വെക്കണം. അതാകുമ്പോൾ ഇച്ചിരിയും കൂടെ ഒരു ഇതായി പോവും. അതുകൊണ്ട് കോഴ്സ് ബ്ലോക്ക് വെച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്യണം. ഞാൻ ഒരു ഇത് നോക്കാം, അല്ലെങ്കിൽ ഇത് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ബോർഡ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരെണ്ണം കൂടെ എടുത്ത് ഇവിടെ വെക്കണമല്ലോ. ഒരു സൈൻ ബോർഡും കൂടെ ഉണ്ടാക്കാനായിട്ടുള്ള വുഡ് എൻ്റെ കയ്യിൽ കാണത്തില്ല. പോയി വുഡൊന്ന് ഇച്ചിരി എടുക്കണം. 6 അല്ലേ 7 വേണ്ടേ. ഒരെണ്ണം മറ്റേ പ്രൊജക്ട് ബോർഡൊന്ന് എഴുതാനായിട്ടുള്ളതിന്. അതിന് മറ്റേ ഇങ്കും കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കും? അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലിങ്ക് ചെയ്യാൻ നൈറ്റ് ആവാറായി. ഇന്നും കൊണ്ട് പറ്റുമെന്ന് നോക്കാം. എൻ്റെ കോഴ്സ് ബ്ലോക്കും തീർന്നു. അത് കുഴപ്പമില്ല, ഞാൻ വേറെ പോയി മൈൻഡ് ചെയ്തെടുത്തോളാം. എൻ്റെ കുറച്ചേ ഉള്ളൂ, 12 എണ്ണം കണ്ടേ ഉള്ളായിരുന്നു. ആ സീനില്ല. ഒരു ഇതുണ്ടാക്കി, ഒറ്റ സൈൻ ബോർഡ് ഉണ്ടാക്കി. എൻ്റെ വുഡ് പെട്ടി എന്ത് ചെയ്യും? വുഡ് പെട്ടിയിൽ വെച്ച് ഒരെണ്ണം മാത്രം കയ്യിലേക്ക് എടുത്തിട്ട് ഇത് മൊത്തം മാറ്റിയേക്കാം. ഇത് മറ്റേ കളർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതിന് എൻ്റെ മറ്റേ ഇങ്ക് ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഗ്ലോ ഇങ്ക് ഉണ്ടായിരുന്നു. കണ്ടോ, ഗ്ലോ ഇങ്ക് ഇത് അതും കൂടെ വെച്ച് നോക്കാം. വെയിറ്റ്, അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിലില്ലല്ലോ. ഇതാണോ പെയിൻറ്റിങ് അല്ല. പ്രൊജക്റ്റ് ബോർഡ് ലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാമോ ഗൈസ്? എന്നാൽ അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് തോന്നുന്നല്ലേ. അടുത്ത വീഡിയോ ചെയ്യാം. ഇങ്ങനെ വെച്ചാൽ കാര്യമില്ല. എന്നാൽ അടുത്ത് കുഴപ്പമില്ല, അടുത്ത വീഡിയോ അത് ചെയ്യാം. നൈറ്റായി കിടന്നുറങ്ങട്ടെ. വെയിറ്റായി. നമ്മൾ അങ്ങനെ 39 ദിവസമായി ഗൈസ് ഈ വേൾഡ് കളിക്കാൻ തുടങ്ങിയിട്ട്. 39 ദിവസം. 39 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും അല്ല. ഈ ബോർഡ് നമുക്ക് മെയിനായിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ മറ്റേ ലൈറ്റ് ബ്ലോക്കും കൂടെ വെച്ചാൽ സെറ്റായിരിക്കും. അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് ബോർഡൊന്ന് എഴുതി വെക്കണം. പ്രൊജക്റ്റ് ബോർഡ് ബോർഡ്. ഓക്കെ, ബോർഡൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഫസ്റ്റത്തെ ഇത് ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ ആലോചിച്ചത് ഒരു ബിൽഡായിരുന്നു. ബിൽഡ് സെറ്റാക്കാം അല്ലേ? ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്നായിരുന്നു ഇവിടെ ചെയ്യേണ്ടത്? ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്കൊരു ജയില് പണിഞ്ഞാലോ ഇവിടെയൊക്കെ ഇടാൻ? അത് ഓവറായിരിക്കും. നമുക്ക് നെതർ പോർട്ടൽ ബിൽഡ്. നമുക്ക് ഈ നെതർ പോർട്ടൽ ബിൽഡ് ഓക്കെ, നെതർ പോർട്ടൽ ബിൽഡ്. പിന്നെ എന്നായിരുന്നു ഗൈസ്? പിന്നെ ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബിൽഡ് അങ്ങോട്ടായിരിക്കും വരുന്നത്. പിന്നെ മെയിൻ്റെനൻസ്. അപ്പോൾ ഞാൻ മാറ്റട്ടെ. വെയിറ്റൊക്കെ മാറ്റി മെയിൻ്റെനൻസ് ഒന്നും ആക്കി. നെതർ പോർട്ടൽ ബിൽഡ് കഴിഞ്ഞ് നമുക്ക് പണിയാം. ഓക്കെ, എന്നാൽ ഓക്കെ. ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഇത് ചെയ്യണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര മതി. ഞാൻ ഗ്രാസൊക്കെ കൊണ്ട് ഒരു ഗ്രാസ് പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ടാക്കണം. നമ്മുടെ ഷീപ്പൊക്കെ പോകണം. ഗ്രാസ് പ്ലാറ്റ്ഫോം
പ്ലാറ്റ്ഫോം ഇത്രയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇത്. നമ്മൾ പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കി, അതുപോലെ തന്നെ പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ വരെ നമ്മൾ പുതിയ വീഡിയോ വരെ. ബൈ, ടാറ്റാ.